എന്തോന്നിരിക്കണ്, കുറേ നേരമായി ഇങ്ങനെ ഇരിക്കുന്നു. രാവിലത്തെ വീഡിയോ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പറക്കാനുണ്ടെങ്കിൽ നോക്കാം, കിട്ടിയാലോ. ഒരു പ്രിവ്യൂ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരമായി. 7 മണിക്ക് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയതാ, കുറേ നേരമായി. ഒരു പ്രിവ്യൂ വരുന്നുണ്ടെന്നുള്ള അശരീരി കേട്ടായിരുന്നു. 7 മണിക്ക് വരും എന്നൊക്കെയാണ് പറഞ്ഞത്. എന്താണെങ്കിൽ 6:45 മുതൽ ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. എത്ര ഇൻട്രോ പറഞ്ഞു? ഒരു 2-3 കണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ. വരുമായിരിക്കും, പ്രതീക്ഷയിലാണ്. ഇനി വന്നില്ലെങ്കിൽ ഈ ഇരുന്നിട്ട് ഒരു 8 മിനിറ്റ് തയ്ച്ചിട്ട് പോവാം. എന്തായാലും മേ ബി ഈ ഒരു ഇൻട്രോയും വെറുതെ ആവും എങ്കിലും പറയാണ്. TJ ജ്ഞാനവേൽ സംവിധാനം ചെയ്ത് നമ്മുടെ രജനികാന്ത് നായകനാവുന്ന സിനിമയാണ് വേട്ടയ്യൻ സിനിമയുടെ പ്രിവ്യൂ 7 മണിക്ക് വരും. പക്ഷെ 7 മണി കഴിഞ്ഞിട്ടുണ്ട്, കുറേ നേരമായി. അവിടെ വൻ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഓഡിയോ ലോഞ്ചും വൻ പരിപാടികളാണ്. ഇപ്പോൾ ഇങ്ങനെ ഓഡിയോ ലോഞ്ച് ഉണ്ടെങ്കിലേ സാധാരണ സമയത്ത് കൃത്യസമയത്ത് വരാറില്ല ഒന്നും. അതായത് ട്രെയിലറൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രിയൊക്കെ ആവും. 6 മണിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഷോ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അത് കാണിക്കും. നിന്റെ സ്വഭാവം കാരണം കിഴി എപ്പിസോഡൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും വലുത് അവസാനത്തേക്ക് കൊണ്ടുപോയി വെക്കുന്ന പരിപാടി ഉണ്ടാവും. ആ പരിപാടി അങ്ങനെയാണോ? അത് നമ്മള് വലുത് എഴുതിയിടുന്നു, അപ്പൊ അത് ലാസ്റ്റ് ആവുന്നു. അല്ലാണ്ട് അത് സത്യമാണ് കേട്ടോ. എന്തോ വന്നിട്ടുണ്ടല്ലോ, എന്തോ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. ഗേൾഫ്രണ്ടാണോ? ഗേൾഫ്രണ്ട് അല്ല. എങ്കിലും നീ സന്തോഷത്തിനെങ്കിലും അങ്ങനെ പറഞ്ഞല്ലേ. അതെ, ഒരാശ്വാസം കിട്ടിയത്. ഒരാശ്വാസത്തിനെങ്കിലും അങ്ങനത്തെ ഒരു വാക്ക് സംഭവം വന്നിട്ടുണ്ട്. ഒരു 1:38 സൺ ടിവിയിൽ വേട്ടയ്യൻ പ്രിവ്യൂ. യെസ്, 1 മിനിറ്റും 38 സെക്കൻഡും. ഇത്ര കുറഞ്ഞ ടൈം. ആ പ്രിവ്യൂ ആയതുകൊണ്ട് ട്രെയിലർ അങ്ങനെ ട്രെയിലർ ആയിട്ടല്ലല്ലോ. ഇതിനു മുൻപ് ഒരു പ്രിവ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജവാൻ സിനിമൻ്റെ പ്രിവ്യൂ വന്നത്. യെസ്, അതും ഇതേപോലെ തന്നെ ആയിരുന്നു ഓഡിയോ ലോഞ്ചിന്റെ ഇടയ്ക്ക്. അതെ. എന്താണെങ്കിലും കണ്ടു നോക്കാം. ഓക്കെ, റെഡി അല്ലേ? Do you know who these officers are? Renowned encounter specialists, sir. இந்த நாட்டில் லட்சக்கணக்கான போலீஸ் ஆபீசர்ஸ் இருக்கும்போது இவங்களை மட்டும் அடையாளம் தெரியல. பிக் பே மோஸ்ட் டேஞ்சரஸ் கிரிமினல்ஸை தைரியமா என்கவுண்டர் பண்ணதால இவங்க ஹீரோஸா இருக்காங்க. முத்துவேல் பாண்டியன் நமக்கு தான் எஸ்பிங்க பேர்ல ஒரு இனம் வந்திருக்காங்களா? நம்ம ஊர்ல 4 பப்ளிக்கை கொலை பண்ணா அந்த எஸ்பியை ட்ரான்ஸ்ஃபர் அடிப்பாங்க. அகரட்டி ஏய் ഓപ്പറേറ്റർ ഉറപ്പായി. റാണ ദുസ്ന വാ പപ്പ അഭിരാമി മഞ്ജു ലോഹിണി. என்கவுண்டர்ங்கிறது குற்றம் செஞ்சவங்களுக்கு கொடுத்த தண்டனை மட்டும் இல்லை, இனிமே இந்த மாதிரி குற்றம் நடக்கக்கூடாதுங்கிறதுக்கு எடுக்கிற முன்னெச்சரிக்கை நடவடிக்கை. വാവ്. ഒക്ടോബർ 10 എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആട്ടോ സംഭവം. ഇത് അതായത് നമ്മുടെ ക്രിസ്റ്റഫർ സിനിമ മമ്മൂട്ടിന്റെ ആ ഒരു ക്യാരക്ടറില്ലേ, മമ്മൂട്ടിന്റെ ക്യാരക്ടർ, ആ ക്യാരക്ടറിന്റെ രാഷ്ട്രീയമാണ് പറയുന്നത് തോന്നുന്നു. അതായത് ഇങ്ങനെ എൻകൗണ്ടർ ചെയ്യുന്നതിലൂടെയുള്ള ചില പ്രശ്നങ്ങളും എൻകൗണ്ടർ ചെയ്യുന്നത് എന്തിനാണെന്നുള്ളതും അങ്ങനെയൊക്കെയുള്ള ചില അത് ഇപ്പോൾ ഇതില് രജനികാന്താണ് നായകൻ എന്നുള്ളത് കൊണ്ട് അതിന്റെ നല്ല വശമായിരിക്കും പറയുന്നത്. അതിന്റെ നെഗറ്റീവ് എന്തായാലും വരൂല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും ഉണ്ട് അത്യാവശ്യം. പിന്നെ എനിക്ക് BGM കേട്ടപ്പോ ജയിലറിന്റെ ഒക്കെ ഒരു ടച്ച് വരുന്നുണ്ട് കേട്ടോ. ആ നടത്തത്തിനും പോകുമ്പോൾ ജയിലറുണ്ട് ദേവര സിനിമ അല്ലേ, അതിന്റെ ട്രെയിലർ വന്നപ്പോ ഏതാണ്ട് ഈ രീതി തന്നെ ആയിരുന്നു ശരിക്ക്. അനിരുദ്ധ് നമ്മള് ഭയങ്കര സംഭവം പറയുമ്പോഴും പണി നിർത്തേണ്ട ടൈമായിരുന്നു കൂടി ഉള്ളിൽ തോന്നി പോകുന്നുണ്ട് കേട്ടോ. ആള് പണിയുന്നുണ്ട് ഇതിന്റെ അടിയിലൂടെ. അതൊരു എന്താ ഇപ്പൊ അപ്പുറത്ത് ദേവരയ്ക്കും ഇപ്പുറത്ത് ഇതിനും ഒരേ ട്രാക്ക്. ആളുടെ പരിപാടി എന്താ അറിയോ, ഞാൻ മനസ്സിലാക്കിയത് ആള് ലാസ്റ്റ് എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിൽ നിന്ന് അടുത്ത് തുടങ്ങും.
അതിൻ്റെ ചില സംഭവങ്ങൾ അതിൽ നിന്ന് ആൾക്ക് ചില പ്രചോദനങ്ങൾ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് അടുത്ത പരിപാടി ചെയ്തിടും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു പുതിയ സാധനം കൊണ്ടുണ്ടാവും, ആ പുതിയത് എടുത്തിട്ട് അടുത്ത വീഡിയോ അല്ല അടുത്ത സോങ് എല്ലാം കണക്ക്. അതെ, എന്താ അത് ഭയങ്കര ഇത് സെയിം ഇതേപോലെ തന്നെ ആയി തോന്നുക പറയുമ്പോഴേ അത് ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. പാട്ട് ഫുള്ള് കേട്ട് പോണവരല്ല, BGM ഇത് ഫുള്ള് സിനിമയിൽ കാണാനുള്ള സാധനമല്ലേ. ആള് നടക്കുമ്പോഴും പോകുമ്പോഴൊക്കെ ഈ BGM ആയിരിക്കില്ല വരുന്നത്. അപ്പം ഓൾറെഡി നമുക്ക് ജയിലറിൽ കണ്ട ആ സാധനം തന്നെ വീണ്ടും ഫീൽ ചെയ്യുള്ളൂ, അതിലും പോലീസുകാരൻ തന്നെ. അതല്ലേ ഞാൻ പറഞ്ഞു മുത്തുവേൽ പാണ്ഡ്യന്ന്. ആ ഒരു കാര്യത്തിൽ നമുക്കൊരു സോങ് കിട്ടുന്നില്ല കേട്ടോ, അത് ഉള്ളത് പറയണം. സോങ് ഒക്കെ എങ്ങനെ ആയിക്കോട്ടെ, ഹിറ്റ് ആയിക്കോട്ടെ, അടിപൊളി ആയിക്കോട്ടെ, പക്ഷെ ഇതൊരു ഭയങ്കര ഇതായി പോയി തോന്നി കണ്ടു. പക്ഷെ നമ്മുടെ TJ ജ്ഞാനവേലില് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷ ഉണ്ട്. സ്റ്റോറി സിനിമയൊക്കെ ചിലപ്പോൾ ഗംഭീരമായിരിക്കും, അതല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ, നല്ല അടിപൊളിയായിരിക്കും. പക്ഷെ ഇതിന്റെ കാര്യത്തിൽ മാത്രമേ എനിക്കൊരു തോന്നിയത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അനിരുദ്ധിന്റെ കാര്യത്തിലല്ലേ, അത് എല്ലാവർക്കും അതേ അഭിപ്രായം തന്നെ ആയിരിക്കും. ഭയങ്കര നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാം വരുന്നതിലെല്ലാം ഇങ്ങനെ തന്നെ പിടിക്കുമ്പോഴേ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്തായാലും കോപ്പിറൈറ്റ് ഉറപ്പാട്ടോ, അത് സോങ് ശരിക്കും ഇട്ട് വെച്ചിട്ടുണ്ട്. വെറുതെ റംഖാൻ ഇവിടെ വന്നിരുന്നു, കിട്ടും, കിട്ടിയിരിക്കും. ഒന്ന് ഇത് ആദ്യം വന്നായിരുന്നെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് കട്ട് ചെയ്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വെച്ച് കാണായിരുന്നു, ഒന്ന് നിർത്തി ഇത് അതും പറ്റൂലാത്ത അവസ്ഥയായിപ്പോയി. എന്തായാലും കോർട്ടൊക്കെ ഉണ്ട്, അതായത് ആൾക്കെതിരെ വരുന്ന ക്യാരക്ടറായിട്ടാണ് നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ ക്യാരക്ടർ. ആള് വക്കീലാണ് അല്ലേ, അതോ അതേ ഡിപ്പാർട്ട്മെന്റിലെ, അതായത് ഇതിനെക്കുറിച്ച് ശരിക്കും അങ്ങ് പിടിച്ച് കുലിക്കാൻ പോകുന്ന ഉലയ്ക്കാൻ പോകുന്ന ആളാണ് അമിതാഭ് ബച്ചൻ. എന്തായാലും ചെറിയ റോളല്ല, അമിതാഭ് ബച്ചൻ അല്ലെങ്കിലും ചെറിയ റോളായിരിക്കുമല്ലോ. അതെ, നമ്മളിപ്പോൾ ഒന്ന് ഒരു വീഡിയോ ചെയ്തപ്പോൾ നമ്മുടെ മഞ്ജു വാര്യറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതായത് ഭാര്യയായിട്ട് വരുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യം കിട്ടുമെന്നുള്ളത്, അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട്, അതായത് നിങ്ങൾക്ക് ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ പോരെ, തമിഴിൽ സാധാരണ ചെറിയ റോള് പോയി മഞ്ജു വാര്യർ ചെയ്തിട്ട് വരുമെന്ന്, അതൊരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ ലാലേട്ടനൊക്കെ പോയിട്ട് ചെയ്തിട്ടുള്ളതോ? അതെ, അത് മറ്റൊരു ചോദ്യമല്ലേ. ലാലേട്ടന്റെ അത്ര വരൂലല്ലോ എന്തായാലും മഞ്ജു വാര്യർ, ഇല്ലല്ലോ. ലാലേട്ടൻ വരെ പോയിട്ട് അവിടെ സൈഡ് റോൾ ചെയ്ത് പോന്നിട്ടുണ്ട്, വെറും സൈഡായിട്ട് വന്നിട്ട്. അപ്പൊ പിന്നെ മഞ്ജു വാര്യർ പോയി ചെയ്യോ ഇല്ലയോ എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. പിന്നെ അതും രജനീകാന്തിന്റെ കൂടെ എന്താ പറയാ പെയറായിട്ട് ചാൻസ് കിട്ടുക അത് മാത്രമേ അവിടെ നോക്കുള്ളൂ. അതെ, ഇപ്പോ നമ്മുടെ കൂലി സിനിമയില് ഉപേന്ദ്ര പറഞ്ഞിട്ടില്ലേ, സൈഡിൽ നിൽക്കുക രജനീകാന്തിന്റെ കൂടെ, അതന്നെ വലിയ സന്തോഷമാണ്. കഥ പോലും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞത്. അത് അത്രേ ഉള്ളൂ. ഒരു ആക്ടർ എന്ന നിലയിൽ അവരൊക്കെ ചിന്തിക്കുന്ന അത്രേ ഉള്ളൂ. ഇത്രയും വലിയൊരു നടന്റെ കൂടെ അതും പെയറായിട്ടൊക്കെ അഭിനയിച്ചു പോവുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ചാൻസ് തന്നെയാണ്. അപ്പൊ അതിനനുസരിച്ച് പോകുന്നതായിരിക്കും. അത് കിട്ടൂല എന്ന് പറയുന്നത് നമുക്ക് തോന്നിയത് കാര്യം പറഞ്ഞുള്ളൂ കേട്ടോ. നമ്മൾ ആ സമയത്ത് അത് കണ്ടപ്പോ തോന്നി പറഞ്ഞുള്ളൂ. ചിലപ്പം ഭീകര റോളായിരിക്കാം, അതൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് പ്രതീക്ഷ TJ ജ്ഞാനവേലിലാണ്. ജയ് ഭീം എന്ന ഒരു മാസ്റ്റർ ക്ലാസ് മൂവി അവിടെ ആൾ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷ ഉണ്ട്. പിന്നെ ചില സാധനങ്ങളൊക്കെ രജനീകാന്ത് വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്യും, അത് ഇതിൽ കാണാനുണ്ട്. ഈ സാധനം കണ്ടിട്ട് ഇതിനകത്ത് ഒരു മോശം തോന്നില്ല കേട്ടോ. മോശമല്ല, ആ BGMന്റെ മ്യൂസിക്കിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പോയതാണ്. അതല്ല, ഇതിന്റെ ഇപ്പൊ വന്ന ഈ പ്രിവ്യൂ കിടലിനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും അതിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല, നമ്മൾ ആ മ്യൂസിക്കിൽ അവിടെ നിന്നുപോയി, അതിൽ തന്നെ പോയി ഒരു 5 മിനിറ്റ്. എങ്ങനെ പറയാണ്ടിരിക്കും, അതാണ് സത്യം, എങ്ങനെ പറയാതിരിക്കും. എന്താണെങ്കിലും ഈ ട്രെയിലർ ഗംഭീരമായിട്ടുണ്ട്, നല്ല ഒരു കിടുക്കാഴ്ച ഐറ്റം തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഒരു താരനിര എന്ന് പറഞ്ഞാൽ ഭയങ്കരം തന്നെയാണ് കേട്ടോ ഇതിലുള്ളത്. താരനിര തോന്നുന്നു ഫാദ് തന്നെയാണോ, എന്തൊക്കെയോ ഒരു ചില ഒരു നിഗൂഢതകളുടെ ഒരു താഴ്വാരായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ക്യാരക്ടറിനെ. അതല്ലേലും അങ്ങനെ ഈ കുറെ കോമഡി ഒക്കെ പറഞ്ഞ അയാളുടെ ഉള്ളിലേക്ക് കുറച്ച് സാധനം ഉണ്ടാവും, ഒളിപ്പിച്ചു. അത് സിനിമകളിലൊക്കെ പ്രത്യേകം ഉണ്ടാകുന്ന സാധനം, അത് ഇതിലും ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും റാണ ദഗ്ബദീനെ കാണിച്ചു. പിന്നെ നമ്മുടെ അതാണ് ഞെട്ടിച്ചത്. സാബുമോൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മള് അപ്ഡേറ്റ് കൊടുത്തു. പക്ഷെ സാബുമോന്റെ ക്യാരക്ടർ ഒന്നും പുറത്തു വന്നിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മൾ മറന്നായിരുന്നു.
അതൊരു സത്യം. അത് ഇവരെ ഇപ്പൊ ഇന്ന് വന്ന രാവിലെ നമ്മൾ ചെയ്ത വീഡിയോയിൽ പോലും ഓരോരുത്തരുടെ ക്യാരക്ടർ കാണിച്ചില്ല. പക്ഷെ സാബുമോന്റെ ഒന്നും അങ്ങനെ വന്നിട്ടില്ല. ഇത് ശരിക്കും ഒരു സാബുമോന്റെ ലുക്ക് കണ്ടിട്ട് ഒരു വിനായകനും പിടുത്തം തന്നെ ആയിട്ട് തോന്നുന്നുണ്ട് ജയിലറിലെ. അതായത് ആ താടിയും ആ ഒരു ഷർട്ടും അങ്ങനത്തെ ഒരു സെറ്റപ്പ് തോന്നുന്നുണ്ട്. സ്ക്രീൻ പ്രസൻസ് ഉണ്ട് കേട്ടോ അല്ലേ. ആ സ്ക്രീനിൽ ആ മുഖം വന്നപ്പോഴേ സത്യം ഒരു എടുപ്പുണ്ട്. എന്താണെങ്കിലും തകർക്കട്ടെ. നമ്മള് പ്രതീക്ഷിച്ച പോലെ തന്നെ ഗംഭീര ഒരു സിനിമയായിട്ട് മാറട്ടെ. ഒക്ടോബർ 10 നമുക്ക് സിനിമ കാണാം. അതിന് മുന്നേ ഒരു ട്രെയിലറും കൂടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത്ര ടൈമിങ്ങിലൊന്നും ആയിരിക്കില്ല, എന്തായാലും വേറെ വരും. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ ബൈ.